ഈ ഒരു ചെറുക്കന് ഇന്നാണ് എക്സാം. എല്ലാ സബ്ജക്റ്റിനും ഇന്ന് തന്നെയാണ് എക്സാം. പക്ഷേ ഇവനാകട്ടെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. അങ്ങനെ ഇവൻ തല പുകഞ്ഞ് ആലോചിക്കുന്നു. അപ്പോൾ തന്നെ ഇവൻ്റെ ബ്രെയിൻ വെളിയിൽ വരുന്നു. കാരണം ഈ ബ്രെയിന് അവിടെ കിടന്ന് ബോറടിച്ചു. അങ്ങനെ ഇവൻ നോക്കുമ്പോൾ പുറത്ത് ഒരുപാട് പ്ലേ ഗ്രൗണ്ടും കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കാണുന്നു. അത് കണ്ടത് ഇവൻ സന്തോഷത്തോടെ അങ്ങോട്ട് പോകാൻ നിൽക്കുന്നു. അപ്പോൾ തന്നെ ആ ബ്രെയിനില്ലാത്ത പയ്യൻ മൂക്കും കുത്തി താഴെ വീഴുന്നു. അങ്ങനെ ബ്രെയിൻ പോകാൻ നേരം അവിടെയുള്ള ബുക്കൊക്കെ എടുത്ത് ബ്രെയിനിന് പകരം ആ ബുക്ക് എടുത്ത് അവൻ്റെ തലയെ കുത്തി കയറ്റുന്നു. ആ ബുക്കിലുള്ളതാണല്ലോ അവൻ എഴുതാനുള്ളത്. അങ്ങനെ അവൻ സന്തോഷത്തോടെ തന്നെ ഉത്തരം എഴുതാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ ബ്രെയിൻ കുട്ടപ്പനാകട്ടെ നേരെ പാർക്കിൽ പോയി അടിച്ച് ഉല്ലസിക്കുന്നു. ഇവനാകട്ടെ മാത്സ്, ബയോളജി, സയൻസ് അങ്ങനെ എല്ലാത്തിനും ഉത്തരം എഴുതുന്നു. എല്ലാം ഉത്തരം എഴുതി അവസാനം അവനൊരു ക്വസ്റ്റ്യൻ വരുന്നു. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന്. അവൻ്റെ തലയിലെ എല്ലാ ബുക്സും അരിച്ചു പെറുക്കിയിട്ടും അതിനുള്ള ഉത്തരം മാത്രം അവന് കിട്ടിയില്ല. അവൻ ഒരുപാട് ആലോചിച്ചുകൊണ്ട് തന്നെ അവൻ്റെ തലയിൽ നിന്ന് പുകയും തീയും വരെ വരാൻ തുടങ്ങി. ഇത് കണ്ടത് നമ്മുടെ ബ്രെയിൻ കുട്ടപ്പന് മനസ്സിലാകുകയാണ് നമ്മുടെ ചെക്കൻ പ്രശ്നത്തിലാണ് എന്ന്. അങ്ങനെ ബ്രെയിൻ ഓടി അവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ ചെക്കൻ തലയിൽ നിന്ന് പുകയൊക്കെ വന്ന് ആകെ അവശനായി കിടക്കുകയാണ്. ബ്രെയിനാകട്ടെ അവൻ്റെ തലയിൽ നിന്ന് ആ ബുക്കൊക്കെ എടുക്കും. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കും. അങ്ങനെ അവന് മനസ്സിലാകും ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന്. അങ്ങനെ ആ ഉത്തരത്തിന് ആൻസർ ചെയ്താൻ വേണ്ടി ബ്രെയിൻ ആ ചെറുക്കൻ്റെ തലയിലേക്ക് തിരിച്ചു കയറും. എന്നിട്ട് ആ ബ്രെയിൻ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ തുടങ്ങുന്നു. അതായത് എല്ലാ പ്രശ്നവും മറന്ന് പുറത്തുപോയി സന്തോഷത്തോടെ അടിച്ചു പൊളിക്കുന്നതാണ് ജീവിതത്തിൻ്റെ അർത്ഥമെന്ന്. അത് അവൻ ഡ്രോയിങ്ങിലൂടെ വരച്ച് കാണിച്ചു കൊടുക്കും. ഈ കഥ നമ്മോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് ജീവിതത്തെ നമ്മൾ ആസ്വദിച്ച് തീർക്കുക എന്നതാണ്.